നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കണ്ണൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊന്നു. കണ്ണൂർ മൊറാഴ കുളിച്ചാലിലാണ് സംഭവം. ബംഗാൾ സ്വദേശി ഇസ്മയിലാണ് കൊല്ലപ്പെട്ടത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഈ കൊലപാതകം എപ്പോഴാണ് സംഭവിച്ചത്? ആരാണ് പ്രതി? കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? പ്രവിധ രാത്രി 8 മണിയോടെയാണ് കണ്ണൂർ മൊറാഴ കൂളിച്ചാലിൽ ഈ കൊലപാതകം ഉണ്ടായത്. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലാണ് ഈ കൊല്ലപ്പെട്ട ഇസ്മയിലും അതുപോലെ തന്നെ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഗുഡു എന്ന് വിളിക്കുന്ന ബിജോയും താമസിച്ചിരുന്നത്. രാത്രി 8 മണിയോടെ ഈ ഇസ്മയിലിനെ ഈ മുകളിലത്തെ ടെറസിലേക്ക് ഈ ഗുഡു വിളിച്ചു വരുത്തി എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിനും ശരീരമാസകലം പരിക്കേൽപ്പിച്ചു. തൽക്ഷണം ഇസ്മയിലിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമം നടത്തി. താഴെ ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി കണ്ണൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടെ നാട്ടുകാർ ഈ പ്രതിയെ തിരിച്ചറിയുകയും ഈ ഓട്ടോ ഡ്രൈവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ ഓട്ടോ ഡ്രൈവറുടെ കൂടി സഹായത്തോടു കൂടിയാണ് വളപട്ടണം പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ഈ സംഭവം നടന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇപ്പോൾ ഈ പ്രതിയെ തളിപ്പറമ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. തൊഴിൽ സംബന്ധമായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണം പോലീസ് പറയുന്നത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിന് മുകളിലത്തെ നിലയിൽ വെച്ചാണ് വളരെ ക്രൂരമായ കൊലപാതകം നടന്നത്. ശരീരമാസകലം വെട്ടി നുറുക്കിയിട്ടുണ്ട്. നിരവധി മുറിവുകളുണ്ട് ശരീരത്തിലാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കുക. ഈ പ്രതിയെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി. കണ്ണൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊന്നു. കണ്ണൂർ മൊറാഴ കുളിച്ചാലിലാണ് സംഭവം. പ്രതി പിടിയിലായിട്ടുണ്ടെന്നാണ് അരുൺ പൂപ്പറമ്പ നൽകുന്ന വിവരം. ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട സുപ്രീംകോടതി. തനിക്കെതിരായ ഗൂഢാലോചനയെന്നാണ് യശ്വന്ത് വർമ്മയുടെ വിശദീകരണം. യശ്വന്ത് വർമ്മയുടെ വസതിക്ക് സമീപത്തു നിന്നും കത്തിയ 500 രൂപ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും കണ്ടെത്തിയ പണത്തിന്റെ ദൃശ്യങ്ങൾ, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ട് എന്നിവയാണ് സുപ്രീംകോടതി പുറത്തുവിട്ടത്. കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശ. എന്നാൽ താനോ കുടുംബാംഗങ്ങളോ അല്ല പണം വെച്ചതെന്നും സംഭവ സമയത്ത് താൻ വസതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ജസ്റ്റിസ് വർമ്മയുടെ വിശദീകരണം. എന്നാൽ യശ്വന്ത് വർമ്മയുടെ വസതിക്ക് പരിസരത്തു നിന്നും കത്തിയ 500 രൂപ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. റിപ്പോർട്ടും വിശദീകരണവും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന 3-അംഗ സമിതിയുടെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റി നിർത്താൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ചിട്ടുണ്ട്. യശ്വന്ത് വർമ്മയുടെ 6 മാസത്തെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിന് കൈമാറി. കത്തിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നോട്ടുകൾ ഇല്ല എന്ന യശ്വന്ത് വർമ്മയുടെ വിശദീകരണം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതേസമയം ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്നു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ വിശദമായ അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. തുഗ്ലക് ക്രസന്റിലെ യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും തിക്കും തിരക്കും. 12-13 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർ തടിച്ചുകൂടി. ട്രെയിനുകൾ പുറപ്പെടാൻ വൈകിയതാണ് തിരക്കിന് കാരണം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, സമാനമായ തിരക്ക് കുംഭമേളയോടനുബന്ധിച്ചുണ്ടായിരുന്നു അന്ന്, പക്ഷെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ഇന്നിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്രയധികം ആളുകൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ തടിച്ചുകൂടിയത്? എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നുണ്ടോ അധികൃതർ? അല്പം മുൻപാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു തിക്കും തിരക്കും അനുഭവപ്പെട്ടതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതിനുള്ള കാരണമായി പറയുന്നത് ഈ ശിവഗംഗ എക്സ്പ്രസ്, സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, ജമ്മു രാജധാനി എക്സ്പ്രസ്
ലക്നൌ മെയിൽ, മഗധ് എക്സ്പ്രസ് എന്നിവ പുറപ്പെടാൻ വൈകിയത് മൂലം പ്ലാറ്റ്ഫോം 12, 13 വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊരു തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ വഴിവെച്ചു എന്നുള്ളതാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ അപകടമാംവിധം സാഹചര്യം മാറിയില്ല. അത് കൃത്യമായി തന്നെ ഇത്തരത്തിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടതിന് പിന്നാലെ അത് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതായും ഡൽഹി പോലീസ് പറയുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ആളപായവും ഇത് ഉണ്ടായിട്ടില്ല എന്നതുകൂടിയും ഡൽഹി പോലീസ് അറിയിക്കുന്നു. സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. മറ്റൊന്ന്, നിലവിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിരക്കോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടു എന്നത് മന്ത്രാലയം പറയുന്നുണ്ട്. പക്ഷേ അതൊരു തരത്തിൽ അപകടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല എന്നതാണ് റെയിൽവേ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപ് ഒരു അനുഭവം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതായാണ് അധികൃതർ അറിയിക്കുന്നത്. കവിത. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ BJPയുടെ നേതൃസ്ഥാനത്ത് ഇനി പുതിയ മുഖം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകും. നാളെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കോർ കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ഹിന്ദുത്വ വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ഒറ്റപ്പേരിലേക്ക് സംസ്ഥാന ഘടകം എത്താനാണ് കേന്ദ്ര നേതൃത്വം ആദ്യം നിർദ്ദേശിച്ചത്. കെ സുരേന്ദ്രൻ തുടരണമെന്ന നിലപാട് ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രൻ വിരുദ്ധപക്ഷം മുന്നോട്ട് വെച്ചു. സുരേഷ് ഗോപിയുടേതടക്കം പിന്തുണ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഒറ്റപ്പേരിലേക്ക് എത്താനാവാത്ത സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളുടെ തീരുമാനം നിർണായകമായി. പാർട്ടിയിലേക്ക് കൂടുതൽ വിഭാഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമം വേണമെന്നതും ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും രാജീവ് ചന്ദ്രശേഖരന് തുണയായി. BDJS-നും രാജീവ് ചന്ദ്രശേഖരനോടായിരുന്നു താൽപ്പര്യം. ഞങ്ങൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള തന്ത്രങ്ങൾക്കാകും BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ മുൻനിർത്തി രൂപം നൽകുക. ആദ്യ പടിയെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. സ്ത്രീകൾ, യുവാക്കൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതാകും പുതിയ സംസ്ഥാന കമ്മിറ്റി. വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ലെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. RSSന്റെ ഭാഗത്തുനിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയെ കൂടി നൽകുന്നതോടെ പുതിയ ടീം BJPക്കായി സംസ്ഥാനത്ത് സജ്ജമാകും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ആര് വേണമെങ്കിലും BJP അധ്യക്ഷനാകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP ഐഡിയോളജിയോടാണ് പോരാട്ടമെന്നും വ്യക്തികൾക്കെതിരെയല്ലെന്നും VD സതീശൻ പറഞ്ഞു. ആര് വിചാരിച്ചാലും BJPയെ രക്ഷപ്പെടുത്താനാകില്ല എന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രതികരണം. അത് നമുക്കറിയില്ല. അവരിഷ്ടമുള്ള ആളെ അവരുടെ പ്രസിഡന്റ് ആക്കട്ടെ, നമുക്കെന്താ പ്രശ്നം? ഞങ്ങൾ വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. BJPയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണമെങ്കിലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. BJPക്കൊരു സ്റ്റേറ്റ് പ്രസിഡന്റ് വേണ്ടേ? അവർ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. അതൊരു സംഘടനാപരമായ ദൗത്യമല്ലേ, അതവർ നിർവഹിച്ചു. BJPയിൽ നിന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. RSS നയിക്കുന്ന ഒരു സംഘടനയാണ് BJP. RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു സംഘടനയാണത്. BJP കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദിയെന്ന് മാർപ്പാപ്പ പറഞ്ഞു. റോമിലെ ജെമല്ലി ആശുപത്രിയിലെ ബാൽക്കണിയിൽ മാർപ്പാപ്പ വിശ്വാസികളെ കൈവീശി അഭിവാദ്യം ചെയ്തു. പൂക്കളും ആശംസാ കാർഡുകളുമായി ജെമലി ആശുപത്രിയിൽ തടിച്ചുകൂടിയ വിശ്വാസ സമൂഹത്തിനു മുന്നിലേക്ക് മാർപ്പാപ്പ വീൽചെയറിലെത്തി.
കൈവീശി പുഞ്ചിരിച്ച് എല്ലാവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിവാദ്യം ചെയ്തു. തനിക്കായി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറഞ്ഞു. തങ്ങളുടെ പ്രിയ പാപ്പയെ കാത്തിരുന്ന ആഗോള കത്തോലിക്ക വിശ്വാസ സമൂഹത്തിന് ഇത് ആശ്വാസ ഞായർ. A tutti e vedo questa signora con i fiori gialli e brava. 37 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ കണ്ടത്. ന്യൂമോണിയ മാറിയെങ്കിലും പൂർണ്ണ സൗഖ്യമാകാൻ സമയമെടുക്കുമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. 2 മാസത്തെ വിശ്രമമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മീറ്റിംഗുകളിലോ കൂടിക്കാഴ്ചകളിലോ പങ്കെടുക്കാനാകില്ല. സാന്താ മാർത്ത മന്ദിരത്തിൽ തന്നെയാകും മാർപ്പാപ്പ തങ്ങുക. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന പോപ്പിന്റെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. 88 വയസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇരു ശ്വാസകോശങ്ങളെയും ബാധിക്കുന്ന ബൈലാറ്ററൽ ന്യൂമോണിയ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 14-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദുഃഖവെള്ളിയും ഈസ്റ്ററുമടക്കം ക്രൈസ്തവ വിശ്വാസികളുടെ വിശുദ്ധവാരത്തിന് 1 മാസത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആശ്വാസവാർത്ത. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രായപരിധി മാനദണ്ഡത്തിൽ PB അംഗങ്ങൾക്ക് ഇളവ് വേണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സായെന്ന പ്രായപരിധി മാനദണ്ഡത്തിൽ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ഇളവ് നൽകണമെന്നാണ് ആവശ്യമുയർന്നത്. മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണമെന്നും വലിയൊരു നിര നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധിയുണ്ടാക്കുമെന്നും അംഗങ്ങൾ അഭിപ്രായമറിയിച്ചു. പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള 2 പേരടക്കം 4 യുവ നേതാക്കളാണ് കമ്മിറ്റിയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിച്ചാൽ 7 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇത്തവണ ഒഴിയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവുണ്ടാകുമെന്ന സ്ഥിരീകരണമുണ്ട്. 2-3 പേർക്ക് കൂടി ഇളവ് നൽകണമെന്ന ആവശ്യം ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും നേരത്തെ ഉന്നയിച്ചതായാണ് വിവരം. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. Central Committee has discussed the report on organization and adopted it, finalized it. Now all the documents for the party congress are ready now for that. ഒരു പാർട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നില്ല. They are only relieved from their position, but they will continue to work for the party. പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം, പാർട്ടി അംഗങ്ങളുടെ ധാർമ്മിക ഗുണം ഉറപ്പാക്കണം, അംഗത്വം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കരട് റിപ്പോർട്ടിലുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര ഘടകങ്ങളിൽ അംഗത്വം വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന് ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ ആദ്യ ദിന പര്യടനം സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത്. നാളെ കുട്ടനാട്ടിൽ നിന്ന് യാത്ര പുനരാരംഭിക്കും. കടന്നുവന്ന വഴികളിലെല്ലാം ആവേശോജ്വല സ്വീകരണം. SKN40 കേരള യാത്രയെ ഹൃദയത്തിലേറ്റി ആലപ്പുഴ. മാവേലിക്കരയിൽ നിന്ന് ആരംഭിച്ച് കായംകുളം, വലിയഴീക്കൽ, മണ്ണാറശാല, വണ്ടാനം, കൈച്ചൂണ്ടിമുക്ക് എന്നിവിടങ്ങളിൽ പര്യടനം. കൈച്ചൂണ്ടിമുക്കിലെ സമാപന സമ്മേളനത്തിനെത്തിയത് 100 കണക്കിന് ആളുകൾ. കേരളത്തിലേക്ക് ഈ
ലഹരി മരുന്ന് എത്തിക്കുന്നതിൽ നമ്മുടെ മലയാളി സ്നേഹിതന്മാർക്ക് നല്ല റോളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതീക്ഷ അർപ്പിച്ച് വളരുന്ന ഈ കുട്ടികൾ കൊലക്കത്തിയുമായി കയറി വരുമ്പോൾ അവന് നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുമ്പോൾ ഇത് ഉമ്മയുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നതെന്ന് അവൻ ഒരിക്കലും അറിയുന്നില്ല. സമാപന സമ്മേളന വേദിയിൽ മജീഷ്യൻ ദീപുരാജ് ആലപ്പുഴയുടെ മാസ്മരികത. ഇത് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തുരത്താം. ഇത് ഒഴിഞ്ഞ പാനിലേക്ക് കത്തിച്ചിടുകയാണ്. ഇവനെ നമുക്ക് തൽക്കാലം ഇവനെ മൂടി വെക്കാം. യെസ്, നാളെ രാവിലെ 7 മുതൽ നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും കുട്ടനാട്ടിലെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കാണാം. തുടർന്ന് കേരള യാത്ര കുട്ടനാടിന്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും. 24 ആലപ്പുഴ. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ലഭ്യമാണ്. ശിശുക്ഷേമ സമിതിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചത് ന്യൂമോണിയ ബാധയെ തുടർന്നെന്ന പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് ജനറൽ സെക്രട്ടറി BL അരുൺഗോപി പറഞ്ഞു. അതിനിടെ പനിയും ജലദോഷവും ബാധിച്ചതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതിയിലെ 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാവിലെയാണ് ശിശുക്ഷേമ സമിതിയിലെ 6 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് മരിച്ചത്. ശ്വാസതടസ്സം നേരിട്ട കുഞ്ഞിനെ SAT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുഞ്ഞിന് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 20 ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടിയെ ഒരാഴ്ച മുമ്പാണ് CWCയിൽ തിരികെ എത്തിച്ചത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ വിശദീകരണം. എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയും കാരണം വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. ആ കുഞ്ഞ് 15/9 2024 ആ കുഞ്ഞ് CWC ഉത്തരവ് പ്രകാരം SAT ഹോസ്പിറ്റലിൽ സമ്മതിക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഫെബ്രുവരി 22 ആ കുഞ്ഞ് ബ്രീത്തിങ് ഇഷ്യൂവിൻ്റെ ഭാഗമായി ബ്രീത്തിങ് ഇഷ്യൂവും പനിയും ഒക്കെ ആയിട്ട് കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂമോണിയ ബാധിച്ചുള്ള മരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിനിടെ ശിശുക്ഷേമ സമിതിയിലെ 6 കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനിയും ജലദോഷവും ബാധിച്ച കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പല ദിവസങ്ങളിലായിട്ടാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. 24 തിരുവനന്തപുരം. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.